Hi all, welcome you all to Econometrica. I am Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ആസ് യു നോ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അവിടെ എക്കണോമിക്സ് ബ്രാഞ്ച് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സും വരുന്നുണ്ട് അല്ലെ. അപ്പം മറ്റുള്ള സ്ട്രീംസിൽ പഠിച്ചവർക്ക് ഇക്കണോമിക്സിൽ ഒന്ന് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഹെർക്കൂലിയൻ ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും അല്ലെ. ഇനി അങ്ങനെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ദിവസം കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ചാനലിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ടറി ഭാഗമാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കറിയാം, ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി അബൌട്ട് ഇക്കണോമി ആണ് അല്ലെ. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്തെല്ലാം എക്കണോമിക് ഇഷ്യൂസ് ആണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്, അതുപോലെ തന്നെ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ജനറലി എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കണോമിക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ബേസിക്കലി രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഒന്നാമത്തത് നമ്മുടെ പ്രിയപ്പെട്ട മൈക്രോ ഇക്കണോമിക്സ് ആണ് അല്ലെ. രണ്ടാമത്തത് എന്താണ്? മാക്രോ ഇക്കണോമിക്സ് ആണ്. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. സോ മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നതാണ് ഇൻഡിവിജ്വൽ. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമി ആസ് എ ഹോൾ ആണ്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ റിസഷനെ കുറിച്ച് പഠിക്കുന്നു, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു, പോവർട്ടിയെ കുറിച്ച് പഠിക്കുന്നു. അവയൊക്കെ വലിയ കോൺസെപ്റ്റുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ദ ഏരിയ ഓഫ് മാക്രോ. ഒരു ഇൻഡിവിജ്വൽ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? മൈക്രോ എക്കണോമിക്സ് എന്നുള്ളതായിട്ട് ബേസിക്കലി വിളിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വെറും ഒരു വേംസ് ഐ വ്യൂ ആണ് തരുന്നത് അല്ലെ. അതായത് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഐഡിയ ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ബൃഹത്തായിട്ടുള്ള ഒരു കോൺസെപ്റ്റോ ഒന്നും തന്നെ നമുക്ക് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നില്ല. വെറുതെ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് ഒരു ഇൻഡിവിജ്വൽ കാര്യത്തെ കുറിച്ചാണ് എനിക്ക് എന്താണോ പ്രിയപ്പെട്ടത്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് മക്കളെ മൈക്രോ വരുന്നത് അല്ലെ. ഒരു എക്കണോമി ആസ് എ ഹോൾ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാ ഉദ്ദേശിക്കുന്നത്? അതിനെ നമ്മൾ മാക്രോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ എക്കണോമിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പല തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളുടെ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിലൊന്നാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, അതേപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, അതേപോലെ തന്നെ ഫോർ ഹും ടു പ്രൊഡ്യൂസ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് അവർ എക്കോണമി എന്ന് പറയും. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉൽപ്പാദിപ്പിക്കേണ്ടത്? നമ്മുടെ എക്കോണമിന്റെ ഒരു കൺസേണിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള കമോഡിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓൺടർപ്രീനേഴ്സ് ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ്, എത്ര പൊട്ടൻഷ്യാലിറ്റിയോട് കൂടിയാണ് നമ്മളെ എംപ്ലോയ് ചെയ്യേണ്ടത്? സോ ആ ഒരു പെർട്ടിക്കുലർ കൺസേൺ ആണ് എന്തിൽ വരുന്നത്? വാട്ട് ടു പ്രൊഡ്യൂസിൽ വരുന്നത്. റിസോഴ്സസിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അല്ലെ. അതായത് ഒന്നാമത്തത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഇസ് ലേബർ ഇന്റൻസീവ്. എന്താ ക്യാപിറ്റൽ ഇന്റൻസീവ്? കൂടുതലായിട്ട് മെഷീൻസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെഷീൻസിന്റെ സഹായത്തോടു കൂടി ലേബറേഴ്സിനെ കുറച്ച്
മെഷീൻസിന്റെ സഹായം കൂടുതലാക്കി പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ലേബർ ഇന്റൻസീവ് എന്താ? ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യുക അല്ലെ. മെഷീൻസിന്റെ യൂസ് കുറച്ച് തൊഴിലാളികളെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യുന്നതിനെയാണ് ലേബർ ഇന്റൻസീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാം. അത് ഓരോ പ്രൊഡക്ട്സിനെ അനുസരിച്ചും ഓരോ എക്കോണമീന്റെ പൊട്ടൻഷ്യാലിറ്റിയെ അനുസരിച്ചുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻകർ ചെയ്യുന്നത് അല്ലെ. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളൊരു കമോഡിറ്റി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഫ്രെയിംവർക്ക് നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇല്ലേ, നമ്മൾ പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് എന്താ കാര്യം? യാതൊരു കാര്യവുമില്ല. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് പഠിക്കാൻ പോണ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് which shows the various alternative production possibilities of two goods that can be produced with a given amount of resources and techniques. ഈ ഞാൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ വാക്കുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആൻസർ ആയിരിക്കും. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ല പൊട്ടൻഷ്യാലിറ്റിയോട് കൂടി നമ്മുടെ രാജ്യത്ത് കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു PPCയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് അസംഷൻസ് ഉണ്ട്. ഒന്ന്, റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഡസ് നോട്ട് കീപ് ഓൺ ചേഞ്ചിങ് എന്നാ പറയുന്നത്. നമുക്കറിയാം റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ റിസോഴ്സസിനെ നമ്മൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് അല്ല യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. സോ റിസോഴ്സസിനെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം, വളരെ സേഫ് ഗാർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു അസംഷൻസ് വെക്കുന്നത്. അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എക്സെപ്ഷൻസ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ എന്താ പറയാ, അത് ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ഈ അസംഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സസ് ഫിക്സഡ് ആണ്, ടെക്നോളജി റിമെയിൻസ് അൺചേഞ്ച്ഡ്, അതായത് ടെക്നോളജിയിൽ മാറ്റമൊന്നുമില്ല. ശരിക്കും അപ്രപ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ ടെക്നോളജിയിൽ എപ്പോഴും ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ഇവിടെ ചേഞ്ചസ് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൺഫൈൻ ചെയ്യുന്നത്. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ് ആർ ഫുള്ളി എംപ്ലോയിഡ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ദേ ആർ ഫുള്ളി എംപ്ലോയിഡ് എന്നാ പറയുന്നത്. നമുക്ക് എത്ര റിസോഴ്സസ് ആവശ്യമാണോ ആ റിസോഴ്സസിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കമോഡിറ്റി ഉണ്ടെങ്കിൽ ഒരു കമോഡിറ്റി നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പം ആ വേണ്ടാന്ന് വെക്കുന്ന നമ്മളുടെ ഒരു ലെവൽ ഉണ്ടല്ലോ, അത് മറ്റൊരു കമോഡിറ്റിന്റെ കൺസംഷനിലേക്ക് റിസൾട്ട് ചെയ്യും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ തീരുമാനിക്കാൻ എനിക്ക് കോഫി വേണ്ടാന്ന് തീരുമാനിക്കണം, പക്ഷെ എന്തെങ്കിലും ഒരു കൺസംഷൻ എനിക്ക് ആവശ്യമാണ്, എന്തെങ്കിലും കുടിക്കണം എന്നാണെങ്കിൽ ഞാൻ കോഫിക്ക് പകരം ടീയിലേക്ക് കൺസംഷൻ മൂവ് ചെയ്യാം. ഒരു പക്ഷേ ഞാനൊരു കോഫി അഡിക്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ ടീ അഡിക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അല്ലെ. സോ ദാറ്റ് ഇസ് MOC. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പം മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ABCDEF ഇങ്ങനെ നിങ്ങൾക്ക് കോമ്പിനേഷൻസ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. യു ആർ ഗിവൺ വീറ്റ്, പൾസസ് ആൻഡ് യു ആർ ഹാസ് ടു ഫൈൻഡ് MOC. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടും തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അഡീഷനും സബ്ട്രാക്ഷൻ ഒക്കെ അറിയുന്നവരല്ലേ നിങ്ങൾ, സോ ഇറ്റ് വോണ്ട് ബി എ ഹെർക്യൂലിയൻ ടാസ്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് 0 1 2 3 4 5. ഇവിടെ നിങ്ങൾക്ക് 15 14 12 9
5 0 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താ വെച്ചാൽ MOC എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡാഷ് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ഫിഗർ ഉണ്ടാവില്ല, കാരണം ഇതിന്റെ മുകളിലൊന്നുമില്ല, ഇതിന്റെയും മുകളിലൊന്നുമില്ല. സോ നമ്മൾ ഡാഷ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനോട് എത്ര അഡീഷൻ ചെയ്ത് വന്നേ? 1 ആണ് അല്ലെ. സോ 1:2. ഇവിടെ എത്രയാ കുറഞ്ഞേ? 1. ഇനി ഇവിടെ അഡീഷൻ വന്നിരിക്കുന്നത് എത്രയാണ്? നമുക്ക് 2 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? 1 ആണ് വന്നത്. ഇവിടെ നമുക്ക് സാക്രിഫൈസ് ചെയ്തത് 2 ആണ്, ഇവിടെ നമുക്ക് 1 ആണ്. ഇനി ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ എത്രയാ സാക്രിഫൈസ് ചെയ്തത്? 3 സാക്രിഫൈസ് ചെയ്താണ് നമ്മൾ മുകളിൽ എഴുതുന്നത്, ആദ്യം എഴുതുന്നത്. ഇവിടെ 1. ഇനി ഇവിടെ എത്ര സാക്രിഫൈസ് ചെയ്തത്? 4 ആണ്. സോ 4 എഴുതി. ഇനി നമ്മളിവിടെ 1 സാക്രിഫൈസ് ചെയ്യുന്നതാണ് ആദ്യം എഴുതേണ്ടത്. നെഗറ്റീവ് വാല്യൂസ് -5 എന്ന് എഴുതണ്ടേ മിസ്സേ? വേണ്ട, -5 എന്ന് എഴുതണ്ട, 5 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ 1. സോ ഇതാണ് നമ്മുടെ MOC പറയുന്നത്. ഇനി ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ PPC കർവ് എന്ന് പറയുന്നത് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് വീറ്റ് ഉണ്ട്, W പറഞ്ഞ വീറ്റ് ആണ്, ഇത് നിങ്ങളുടെ പൾസസ് ആണ്. സോ ഇങ്ങനെ ഒരു പ്ലോട്ട് ആയിരിക്കും നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം അത് വലുതായിട്ട്. അപ്പൊ ഈ കർവ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ വീറ്റ് ഉണ്ട്, പൾസസ് ഉണ്ട്. സോ ദിസ് ഇസ് യുവർ എക്സ് ആക്സിസ്, ദിസ് ഇസ് യുവർ വൈ ആക്സിസ്, ദിസ് ഇസ് യുവർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് പൊസിഷനിൽ നിന്നും റൈറ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ അല്ലെ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ കർവ് ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കർവ് കോൺകേവ് ആണ്. ഒന്ന് ലെഫ്റ്റ് അപ്വേർഡ്സിൽ നിന്നും എങ്ങെടുക്കാ പോണത്? ഡൗൺവേർഡ്സിലേക്കാണ് ഇത് ഫ്ലോ ചെയ്ത് പോകുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇത് കോൺകേവ് ആണ് വരുന്നത് അല്ലെ, കോൺകേവിറ്റി പ്രിൻസിപ്പിളും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ബേസിക്കലി ഇതിന്റെ ഉള്ളിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ, സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ട് നിങ്ങളോട് പറയാ അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സി അണ്ടർ പ്രൊഡക്ഷൻ ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമോഡിറ്റീസ് അല്ലെങ്കിൽ റിസോഴ്സസിനെ ഒന്നും പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ അണ്ടർ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിലോ നമുക്ക് തന്ന റിസോഴ്സസിനെ നമ്മൾ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ, അതായത് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് സാക്രിഫൈസിങ് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ആണ്. അപ്പൊ റിസോഴ്സസിനെ ഫുൾ നമ്മൾ ഇപ്പോഴേ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ഓൺ ദ PPC ആണ് ആവശ്യം അല്ലെ. അപ്പൊ നമുക്ക് റിസോഴ്സസിനെ എല്ലാം കൃത്യമായിട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഗുഡ് ആണെന്ന് നമുക്ക് പറയാനായി പറ്റും. ഇനി ടെക്നോളജിയിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നു എങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒന്നെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് ഫേവറബിൾ ആയിട്ടാണോ, ഇപ്പൊ വീറ്റ് ഉണ്ട്, പൾസ് ഉണ്ട്, വീറ്റിലുള്ള റിസോഴ്സസ് ആണ് നല്ല എഫിഷ്യന്റ് ആയത്, അപ്പൊ വീറ്റിലേക്ക് അങ്ങോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും. പൾസസ് ആണ്, അപ്പൊ പൾസസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് PPCയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്നൊരു ഇൻട്രോ പോർഷൻ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. So I hope this is clear for all. അപ്പൊ നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. ചോദ്യം ഇതാണ്: യൂഷ്വൽ ഷേപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്സ് ഡാഷ് ടുവേർഡ്സ് ദി ഒറിജിൻ. എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യുക, എല്ലാവരും കമന്റ് ബോക്സിൽ ആൻസർ പറയുക. The usual shape of production possibility curves dash towards the origin. Option A convex, option B concave, ഓപ്ഷൻ സി സ്ട്രേറ്റ് ലൈൻ, ഓപ്ഷൻ ഡി റെക്ടാങ്കുലർ. എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ്.